ഹലോ, ആരാണ്? അത് കൊള്ളാം. അപ്പോ എന്റെ ഈ നമ്പർ നീ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല അല്ലേ? അയ്യോ സോറി സർ, ഈ നമ്പർ എനിക്ക് അറിയില്ലായിരുന്നു. ആ, ഇങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട് എന്റെ കയ്യിൽ. നീ സേവ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ സർ, ശരി, ഗുഡ് നൈറ്റ്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാൻ വിളിക്കുമ്പോൾ എന്താ മോളെ ഇത്ര ധൃതി? സർ, ഞാനത് ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഓ, ഇത്ര നേരത്തെയോ? അതെന്താ ഇത്ര ക്ഷീണം? അറിയില്ല സർ, നല്ല തലവേദന. ഇപ്പോഴേ കിടന്നില്ലെങ്കിൽ നാളെ ഷോപ്പിൽ വരാൻ പറ്റില്ല. ശരി ശരി, ഞാൻ വിളിക്കുമ്പോ മാത്രം എപ്പോഴും നിനക്ക് ഓരോരോ വേദനകളാണ്. അതെ, അന്യനാട്ടിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ സ്വന്തം ഷോപ്പിൽ നിനക്ക് ജോലി തന്ന് നിർത്തിയിരിക്കുന്നതേ എനിക്ക് നിന്നോട് പ്രത്യേക ഇഷ്ടമുണ്ടായിട്ടാണ്. കുറെ നാളായിട്ട് നിനക്കതൊന്നും മനസ്സിലാവാത്ത മട്ടിലാണ് നിന്റെ നിൽപ്പും നടപ്പും ഒക്കെ. അതിനി അങ്ങനെ തുടരാനാണെങ്കിൽ മോള് കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ ഹലോ, കേൾക്കുന്നില്ല നീ? സോറി സർ, നാട്ടിൽ നിന്ന് അമ്മാവന്റെ കോള് വരുന്നുണ്ട്. ഞാനതൊന്ന് എടുത്തോട്ടെ. ശരി ശരി, എന്നും എപ്പോഴും ഈ അമ്മാവനും അമ്മായിയും ഒക്കെ കാണണം, അത് ഓർത്താ കൊള്ളാം. ഇതങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ. ശല്യം, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എന്നെ ചെല്ലോ ലവർ വിളിച്ചാച്ചാ? ലവർ അല്ല, ലവൻ. ഒരു വായി നോക്കിയ ബ്ലഡി ഫുൾ. ഇനി ലവറിന്റെ കാര്യം എന്തായെന്ന് നോക്കട്ടെ. ഹലോ ഹലോ മുതലാളി, എന്തായി കാര്യങ്ങള്? എന്റെ പൊന്നു രോഹിണി, നിന്റെ ടെൻഷനെല്ലാം ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ? സോറി, മനസ്സടങ്ങാത്തോണ്ടാ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്ന. എന്തെങ്കിലും ഒരു യെസ് ഓർ നോ കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനം ആയേനെ. എന്നാ നിന്റെ സമാധാനത്തിന് വേണ്ടി യെസ് എന്ന് തന്നെ വെച്ചോ. ഈ ഇലഞ്ഞിക്കൽ വീട്ടിൽ ഞാനൊരു കാര്യം പറയുമ്പോ അതിനാരും നോ പറയില്ല, പറയാൻ കഴിയില്ല അവർക്ക്. എന്നാൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ എല്ലാവരോടും ഇക്കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നിന്റെ ടെൻഷൻ മാറാൻ വേണ്ടി എന്തായാലും ഞാൻ വിളിക്കാം. എന്തായാലും വിളിക്കോ? ഈ കാര്യം പറയാൻ രാത്രി എന്തായാലും ഞാൻ വിളിക്കും. എന്നാ ഞാൻ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കും. ആ, എത്ര വൈകിയാലും ഞാൻ വിളിക്കും. ഉറങ്ങിക്കളയരുത്. എത്ര വൈകിയാലും ഞാൻ ഉറങ്ങില്ല. ഓക്കെ, ശരി, വച്ചേക്ക്. എന്നാലും ഇതുപോലുള്ള സീനിയർ സിറ്റിസൺസ് മണവാളനും മണവാട്ടിക്കൊപ്പം അത്താഴം ഉണ്ണാനേ ലോകത്ത് മറ്റാർക്കും ഭാഗ്യം ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതെ അതെ, ദേ മണവാട്ടിയുടെ മുഖത്തെ നാണം നോക്കിയേ, ആളങ്ങ് ചുവന്ന് തൊടുത്തുപോയി. ഒന്ന് പോടി അവിടുന്ന്. ദേ മണവാളിന്റെ മുഖത്ത് കൊണ്ടൊരു നുണക്കുഴി നോക്കി അങ്ങോട്ട്. അതെ, നുണക്കുഴിയൊന്നുമല്ല, മുഖക്കുരു വന്ന് കുഴിഞ്ഞു പൊട്ടിയ പാടാ. ഇത് കഴിക്ക്. ഡീഡി, മതി മതി, എനിക്ക് വയ്യ ഇനി ഇങ്ങനെ ചിരിക്കാൻ. ചിരിക്കാൻ അവസരം കിട്ടുമ്പോഴേ ചിരിച്ചോളണം, പിന്നെ അവസരം കിട്ടിയെന്ന് വരില്ല. അല്ല, എന്തായിരുന്നു ഇത്ര വലിയ കോമഡി? ഈ വധൂവരന്മാരെ ഹണിമൂണിന് എങ്ങോട്ട് പറഞ്ഞയക്കുമെന്നാണോ? ഓ, ഇനി ഞങ്ങളുടെ ഹണിമൂൺ അങ്ങ് പരലോകത്താണ്. പകരം ഈ ഭൂമിയിൽ നിങ്ങളുടെ ഹണിമൂണ് കാണാനാ ഇനി ഞങ്ങളുടെ ആഗ്രഹം. ശരി, എങ്കിൽ ഉടനെ എന്റെ കാര്യത്തിൽ ആഗ്രഹം നടക്കാൻ പോകും.
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.